ഈ ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നൊരു പാഠത്തിനപ്പുറം എനിക്ക് ഇതൊന്നും പറയാനില്ല. ക്രിസ്തു ഒരിക്കലും കുറ്റവാളിയായിരുന്നില്ല. പക്ഷേ അവസാനം എന്താ ഉണ്ടായത്? യേശുവിനെ കാണിച്ചു കൊടുക്കുന്നതിന് അനുകൂലമായ സന്ദർഭം കാത്തിരിക്കുകയായിരുന്നു യൂദാസ്. അവസാനത്തെ അത്താഴത്തിനായിട്ട് യേശുവും ശിഷ്യന്മാരും മാളികമുറിയിൽ കൂടിയിരിക്കുന്ന നേരത്ത് യൂദ ആ സന്ദർഭം നന്നായിട്ട് അങ്ങ് ഉപയോഗിച്ചു. അത്രയും കാലം ഒപ്പം കൊണ്ടു നടന്ന ഒരാൾ, അതും അത്താഴത്തിന് മുമ്പായി മുഴുവൻ ശിഷ്യരുടെയും കാലുകൾ കഴുകി തുടച്ച് അവരൊന്നിച്ചിരുന്ന് അത്താഴം കഴിക്കുമ്പോഴാണ് അയാൾ ചതിച്ചത്. അതിനു മുമ്പ് തന്നെ ജീസസ് പറഞ്ഞു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. യേശുവിൻ്റെ വക്ഷസ്സിൽ ചേർന്ന് കിടന്നുകൊണ്ട് ഒരു ശിഷ്യൻ ചോദിച്ചു, കർത്താവേ, ആരാണത്? യേശു പറഞ്ഞു, അപ്പക്കഷ്ണം ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അപ്പക്കഷ്ണം ആദ്യം സ്വീകരിച്ചതാരാ? ഈ യൂദാസായിരുന്നു. അതും കഴിച്ച് ഒറ്റിക്കൊടുക്കുന്നതിന് കിട്ടിയ 30 വെള്ളിക്കാശുകൾ നിറച്ച പണസഞ്ചിയുമായിട്ട് യൂദാസ് പുറത്തേക്ക് പോയി. മനസ്സിലായില്ലേ? ഒപ്പം കൊണ്ടു നടന്നവർ ഒറ്റിക്കൊടുക്കുന്ന കാലം ഈ ലോകത്ത് അന്നും ഇന്നും എന്നും ഉണ്ടായിരുന്നു എന്നർത്ഥം.